ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അഭിരാമി എഴുതിയിരിക്കുന്നതിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അഭിരാമി. യഥാർത്ഥ പേരല്ല. 22 വയസ്സ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഗവൺമെൻറ് എംപ്ലോയീസാണ്. എനിക്കൊരു ഏട്ടനുണ്ട്. പുള്ളി ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. ചെറുതല്ലാത്ത ചില പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ കഥയാണ് മാഡത്തോട് പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് പണ്ട് തൊട്ടേ നല്ല സ്വാതന്ത്ര്യമുണ്ട്. 2 പേരും ജോലിക്കങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ തനിയാകും. മിക്കപ്പോഴും ഏകദേശം ഒരു 5ാം ക്ലാസ് മുതൽ തന്നെ ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പറയും. തനിയാണ് വീട്ടിലിരിക്കുന്നത്. പിന്നെ എൻ്റെ ഏട്ടൻ കാണും. പുള്ളി എവിടെയെങ്കിലും കളിക്കാനൊക്കെ പോയിട്ട് എപ്പോഴെങ്കിലും ആയിരിക്കും വരിക. വീട്ടിൽ തനിയെ ഇരുന്ന് അത്തരം പേടികളൊന്നും എനിക്കില്ല മാഡം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടന് ഞങ്ങളുടെ വീട്ടുകാർ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തത്. അത് അവൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. എന്നെ അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കില്ല. എനിക്കതിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കും. പക്ഷേ കമ്പ്യൂട്ടറൊന്നും ഉപയോഗിക്കാറായിട്ടില്ല നീ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവളുടെ വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട്. ഞാൻ അവളുടെ വീട്ടിൽ പോയി അവധി ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. കാര്യം അടുത്ത വർഷമെങ്കിലും എനിക്ക് വീട്ടിലെ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ. പിന്നീട് സ്കൂളിലും കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കാൻ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങിയിരുന്നു. അങ്ങനെ ചേട്ടൻ പുറത്തു പോകുന്ന നേരത്തൊക്കെ ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കാനും ഒക്കെ തുടങ്ങി. അതവൻ കണ്ടുപിടിച്ചെങ്കിലും അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കുമെന്നറിയാം. അതിൻ്റെ പേരിൽ വഴക്കുണ്ടെങ്കിലും അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കി എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മാഡം എന്തോ ഒരു പരസ്യം പോലെ വന്നത്. ഞാനതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് മറ്റൊരു സൈറ്റിലോട്ടാണ് പോയത്. അവിടെ ഞാൻ കണ്ട കാഴ്ച എന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 10-45-50 വയസ്സുള്ള ഒരാളും ഒരു കൊച്ചു പെൺകുട്ടിയും തമ്മിലുള്ള രസകരമായ ഒരു ബന്ധത്തിൻ്റെ കഥ പോലെ തുടങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അത് കഴിഞ്ഞ ശേഷം എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നു. പിന്നെ അവർ ചേർന്നിരിക്കുന്നു. പിന്നെ തട്ടുപൊളിപ്പൻ സീനുകളുടെ ചാകരയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനത് വ്യക്തമായിട്ട് കാണുന്നത്. എനിക്കാണെങ്കിൽ അതിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. ആ പെൺകുട്ടിയുടെ എക്സ്പ്രഷനും ഭാവങ്ങളും ശബ്ദങ്ങളുമൊക്കെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അതിലുമേറെ എനിക്കിഷ്ടപ്പെട്ടത് ഇത്തിരി നരവന്ന് തുടങ്ങിയ 6 പാക്കുള്ള ആ ഒരു ബലിഷ്ഠനായ ഇത്തിരി പ്രായമുള്ള ആളെയാണ്. ഞാൻ അയാളെ അംഗപ്രത്യേകം നോക്കിക്കൊണ്ടിരുന്നു. ഇതുവരെ എൻ്റെ മനസ്സിലില്ലാത്ത എന്തൊക്കെയോ രഹസ്യ വികാരങ്ങളാണ് അന്ന് പുറത്തു വന്നത്. ഞാനിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത്യന്തം ആഹ്ലാദവതിയായിരുന്നു. ഇളക്കം കൂടിയെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇളക്കം കയറിയെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരവസ്ഥയായിരുന്നു. പിന്നീട് ഓരോ നിമിഷവും ഞാൻ അത് മാത്രം ആലോചിച്ചു. കാര്യം ആദ്യമായിട്ട് കണ്ടതാണല്ലോ. പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരി. അവളോട് ഞാൻ പറഞ്ഞു, എടി സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചെന്ന്. അവൾ പൊട്ടിച്ചിരിച്ചു. അതൊക്കെ സ്വാഭാവികമാണ്. എന്തിനാണങ്ങനെ അബദ്ധം സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അത്തരം സൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ കയറി കാണരുത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ചേട്ടനത് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിൻ്റെ ചേട്ടൻ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരസ്യങ്ങളും മറ്റും കയറി വന്നത്. എനിക്ക് ഉറപ്പാണ്. നീ കാണുമോ വീട്ടിൽ നിന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് ഞാൻ കാണാറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എടി, എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. ഓരോ മനുഷ്യർക്കും നല്ല രഹസ്യങ്ങൾ ഉള്ളിൽ വേണം എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. അവളൊരു മിടുക്കിയാണ്. അവൾക്ക് പണ്ടേ എല്ലാം അറിയാം. പഞ്ചതന്ത്രവും പഠിച്ച മിടുക്കിയാണ് അവൾ. പിന്നീട് അവൾ എന്നോട് പറഞ്ഞു, എടി നീ ഇതൊക്കെ കാണാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുമ്പോൾ നമുക്ക് 2 പേർക്കും കൂടി ഇനി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതലും അവളുടെ വീട്ടിൽ പോയിരുന്നാണ് ഞാനിതൊക്കെ കാണാൻ തുടങ്ങിയത്. ചുരുക്കം പറഞ്ഞാൽ ആദ്യം കണ്ട വീഡിയോയുടെ അത്രയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വീഡിയോയുമില്ല. പിന്നീട് സ്ഥിരമായിട്ട് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തിരി പ്രായം കൂടിയ മനുഷ്യനും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും. അത്തരം വീഡിയോകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഞാനത് കാണുമ്പോൾ അവൾ പറയും, നിനക്കെന്താ നല്ല 6 പാക്കുള്ള സുന്ദര കുടുംബന്മാരെയല്ലേ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഞാനപ്പോൾ ഒന്നും പറയില്ല. പിന്നീട് അവളുടെ മുന്നിൽ വെച്ച് അവൾ കാണിക്കുന്നത് ഞാൻ കാണും. ഞാൻ സ്വകാര്യമായി സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം ഡാഡീസ് വീഡിയോസൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. 10ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഇത് കണ്ട് മാത്രം സന്തോഷിച്ചാൽ പോരാ,
പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കാതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു 10-15 മിനിറ്റ് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനവസാനം കിട്ടുന്ന ആ ഒരു ഫലം നിനക്ക് ഒത്തിരി രസകരമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, അതൊക്കെ വലിയ അസുഖം ഉണ്ടാക്കും, പ്രശ്നമാകും, ആരോഗ്യത്തിന് കേടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഒന്നുമില്ല, ഇതൊക്കെ ആളുകൾ പറഞ്ഞു പരത്തുന്നതാണ്, നമ്മൾ എൻജോയ് ചെയ്താൽ നമുക്ക് കൊള്ളാം, അല്ലാതെ ആളുകൾ പറയുന്നത് കേട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ജീവിതം മുന്നോട്ട് പോകുമെന്നല്ലാതെ ഒന്നുമില്ല, ആണുങ്ങളുടെ കൂടെ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്ന് പറഞ്ഞ് അവൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്നും. അവൾ പറഞ്ഞു വീട്ടിലെന്തായാലും പച്ചക്കറികളില്ലേ മോളെ, പഴുതനങ്ങ തോട്ടം നിൻ്റെ വീടിന് പുറകിലില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ എനിക്ക് പല വഴികളും പറഞ്ഞു തന്നു. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഉപകാരമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് മുഴുവനും അവളുടെ നിർദ്ദേശപ്രകാരം കറങ്ങി കറങ്ങി സ്വർഗലോകത്തേക്ക് പോയി. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സ് തേടിയിരുന്നത് എപ്പോഴും അടുത്തും കാണാം ഈ പറഞ്ഞ ഞാൻ കണ്ട ആദ്യത്തെ വീഡിയോ ഇല്ലേ, അതിലെ നായകനെ പോലെ നല്ല വടിവത്ത ശരീരമുള്ള ഇത്തിരി നരവെച്ച് തുടങ്ങിയ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത താടിയുള്ള സുന്ദരനും നീളം കൂടിയവനും വെളുത്തവനുമായ ഒരു പുരുഷൻ 45 to 55 അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും നോക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെയുള്ള ആണുങ്ങളെന്നും എൻ്റെ വീടിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛൻ പോലും അത്ര നല്ല രീതിയിലൊന്നുമല്ല. പുള്ളി പ്രായത്തിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ അച്ഛന്മാർക്കും അത്ര ലക്ഷണങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ സാറുമാരെയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ടൗണിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത്തരം ആളുകൾ മിന്നി പറയും. ഇവിടെയെങ്ങും അത്തരം നല്ല ലുക്കുള്ള പ്രായമുള്ളവരില്ലെന്ന് മനസ്സിലാക്കി. പിന്നെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ആണുങ്ങളെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ടൗൺ ഏരിയയിൽ ചെല്ലണം, അല്ലാതെ നാട്ടുപുറത്ത് തിരഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും കിട്ടില്ല. ഇവിടെയുള്ളവരൊക്കെ അത്ര വലിയ സ്റ്റൈലൊന്നുള്ളവരല്ല എന്നുള്ള നഗ്നസത്യം എനിക്കെന്ന് ആണിയടിച്ച് ഉറപ്പിക്കാൻ പറ്റി. പക്ഷേ അങ്ങനെ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു സംസർഗം, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു. പലപ്പോഴും അതിനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ല. ഞാൻ +1 പഠിക്കുമ്പോഴാണ് എനിക്ക് ഫോൺ വാങ്ങി തന്നത്. പക്ഷേ അതിൽ തിരയേണ്ടി വന്നില്ല. +1 ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെ ആദ്യം പഠിപ്പിക്കാൻ വന്ന സാറ്, തൽക്കാലം ഞാനൊരു വ്യാജ പേര് പറയാം, അജയ് സാർ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. നല്ല പൊക്കം, എൻ്റെ സ്റ്റൈലായിട്ടാണ്, നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബിയേഡൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അയാളെക്കാൾ മെച്ചം, 100% മെച്ചം. പിന്നീട് കണ്ട വീഡിയോയിലെ ആണുങ്ങളെക്കാളൊക്കെ അദ്ദേഹത്തിന് എന്തോ ഒരു മെച്ചപ്പാട് കൂടുതലാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോഴേ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ സമയം അദ്ദേഹം തിരിഞ്ഞും പിരിഞ്ഞുമൊക്കെ നടക്കുമ്പോൾ എൻ്റെ കണ്ണുകളെല്ലാം കേന്ദ്രഭാഗത്തിൽ വലിച്ചുടക്കി ഒളിഞ്ഞിരിക്കുന്ന നിധികളിലായിരുന്നു എൻ്റെ നോട്ടം. എന്തിനാണ് പച്ചക്കറികൾ സാറിൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ആ പച്ചക്കറിത്തോട്ടം മുഴുവനും വലിച്ചെറിഞ്ഞ് ഞാൻ ഓടി വന്നേനെ കണിവെള്ളരി കാണാൻ വേണ്ടി എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ പുള്ളി എപ്പോഴും എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ വളയുന്ന ടൈപ്പൊന്നുമല്ല. ഞാൻ ട്രൈ ചെയ്താൽ കിട്ടില്ല, എനിക്കത് ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാവർക്കും ഇങ്ങനെ ക്രഷുകൾ ഉണ്ടാകുമല്ലോ. ആൺകുട്ടികൾക്ക് ടീച്ചർമാരോടും കാണും. പക്ഷേ എല്ലാവരും അതോർത്ത് മുകളിലേക്ക് സ്വപ്നങ്ങൾ നെയ്തുവിടും എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ നിദ്രാവിഹീനങ്ങളായി അജയ് സാറിനെ ഓർത്ത് സ്വപ്നങ്ങൾ കറക്കി കറക്കി നെയ്തുകൊണ്ടിരുന്നു. അതുമാത്രമായിരുന്നു എനിക്കൊരു സംതൃപ്തി. പക്ഷേ എൻ്റെ കൂട്ടുകാരിയില്ലേ, അവൾക്ക് വേറെ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ കാണുകയുള്ളൂ. ഞാനൊരു ദിവസം അവളെ കാണിച്ചു, സാറും ഞങ്ങളും എല്ലാം കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇയാളുടെ കയ്യിലെങ്ങാനും നീ ചെന്നകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വീഡിയോയിൽ കണ്ടതുപോലൊന്നും ആകില്ല. അതിലൊക്കെ ചുമ്മാ അഭിനയമാണ്. യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അതിഭീകരമായിരിക്കും ഓർത്തോളൂ എന്ന് പറഞ്ഞു. നീയല്ലേ പണ്ട് എല്ലാത്തിനും എന്നെ പ്രോത്സാഹിപ്പിച്ചത്? ഞാൻ എന്ത് പ്രോത്സാഹിപ്പിച്ചു? ഡയറക്റ്റായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടാനും വട്ടം കറക്കി മുകളിലേക്ക് എറിയാനുമല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചത് എന്നവൾ ചോദിച്ചു. വീഡിയോ കാണാനും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ഡയറക്റ്റായിട്ടുള്ള അപ്രോച്ചുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം വല്ല അബദ്ധവും പറ്റി ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർമാരില്ലേ, അവർക്ക് നീ വലിയൊരു പണി ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്
പ്രധാന വസ്തുത എന്ന് പറഞ്ഞ് അവളെന്നെ കളിയാക്കി. എങ്കിലും ഞാനും ഓർത്തു, ശരിയാണ്, ഡയറക്റ്റായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട, സ്വപ്നങ്ങൾ കൊണ്ട് വല നെയ്യാം. പക്ഷേ അജയ് സാർ എനിക്ക് എന്നൊരു ക്രഷായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ സ്വന്തമാക്കുമെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷേ +2ൻ്റെ സമയത്തൊന്നും ഒരിക്കലും ഒന്നും നടന്നില്ല. ഞാൻ കോളേജിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ടീച്ചറായിരുന്നു. ഒരു ആൺകുട്ടിയുണ്ട്, രണ്ടാമത് കുട്ടിയില്ല. എന്താണെന്നറിയില്ല. ആ ചെക്കൻ ഇത്തിരി മുതിർന്നൊരു ചെക്കനൊക്കെയാണ്. കോളേജിൽ വന്നപ്പോഴും അജയ് സാറിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറിപ്പോയില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റായി ആ വീഡിയോയിലെ ആളിനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്വരൂപമുള്ളത് അജയ് സാറിന് മാത്രമാണ്. പിന്നീട് പലപ്പോഴും ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ വേറെ രീതിയിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എങ്കിലും ഒന്നിനും ഞാൻ ഇറങ്ങിത്തിരിച്ചില്ല. റിസ്ക് ആകുമെന്നറിയാം. പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ പലരോടും ചാറ്റ് ചെയ്യാറുണ്ട്, ഇത്തിരി മുതിർന്ന ആൾക്കാരോട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയെങ്കിലും ഒരിക്കലും നേരിട്ടെങ്കിലും ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ചില ആളുകളൊക്കെ എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരും. അതൊക്കെ കണ്ട് ഞാൻ അങ്ങ് ഇഷ്ടപ്പെടും. പിന്നെ ചിലർ വീഡിയോ കോളിൽ വരും. ഞാനപ്പോൾ എൻ്റെ മുഖം കാണിക്കില്ല. എങ്കിലും അവരുടെ വീഡിയോ അല്ല ഞാൻ കാണുകയും ചെയ്യും. പ്രായപൂർത്തിയായില്ലേ, അതുകൊണ്ട് പിന്നെ വീട്ടുകാരത്ര ശ്രദ്ധയൊന്നും ചെലുത്തുകയുമില്ല. എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ശരിക്കും സ്വാതന്ത്ര്യമായി. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത്ര ആഗ്രഹം ഉണ്ടായിട്ടും ഞാനത് ചാടി ഇറങ്ങാത്തത്? കളമൊന്ന് മെതിച്ചു വാരണ്ടേ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴും പല പല കാര്യങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ പോരാ, യഥാർത്ഥത്തിലുള്ള ഉപയോഗക്രമങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻസ്, അച്ഛൻ അമ്മ എന്താകും, നാട്ടുകാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ അടക്കി വെച്ചു. ചെറുപ്പക്കാരോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്നോട് പ്രേമാഭ്യർത്ഥനയുമായി വന്നു കഴിഞ്ഞാൽ ഞാൻ പുച്ഛിച്ച് തിരിച്ചങ്ങ് വിടും. കാര്യം എൻ്റെ മനസ്സിൽ തീരാത്തൊരാഗ്രഹം കിടപ്പുണ്ട്. അത് തിരതല്ലി തീർക്കണം. അത് കഴിഞ്ഞിട്ട് മതി പ്രേമവും മണ്ണാങ്കട്ടയും വിവാഹം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുള്ള സ്വപ്നങ്ങളായി മുന്നോട്ട് പോവുകയാണ്. ഒന്നും യഥാർത്ഥത്തിൽ നടക്കില്ല. യഥാർത്ഥത്തിൽ നടക്കാൻ വലിയ വലിയ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് യഥാർത്ഥത്തിനും മനോരഥങ്ങൾക്കുമിടയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 3-4 മാസം മുമ്പാണ് ഞാൻ മാളിലൊന്ന് ചുറ്റിക്കറങ്ങുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരെ പറഞ്ഞത്, എടി ഒരുത്തൻ നിന്നെ ശ്രദ്ധിക്കുന്നുവെന്ന്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് അജയ് സാറാണ്. ഞാൻ ഓടിയെടുത്തിയെന്ന് പുള്ളിയുടെ കൈ പിടിച്ചു. സാറിനെ ഓർമ്മയുണ്ടോയെന്ന്. അതെന്താടി ഒത്തിരി വർഷമൊന്നും ആയില്ലല്ലോ, നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, വൈഫ് എന്തിയേ, കുട്ടികൾ എന്തിയേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ സാഡായി. എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു. അവൾക്ക് അവൾ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരാളുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചു. അവൾ അവസാനം മകനെയും കൊണ്ടാണ് പോയത്. അവനെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ആരുമില്ലല്ലോ, അമ്മയും മരിച്ചുപോയി. അപ്പം അവളുടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വിവാഹമോചനം കൊടുത്തു. സാറിനെ പോലെ ഒരാളെ കേട്ടിട്ട് അവരെങ്ങനെ പോയി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. എന്തായാലും അദ്ദേഹത്തെ ഞാൻ സാന്ത്വനിപ്പിച്ചു. സാർ നമ്പർ തരാമോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് നമ്പർ തന്നു. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചു. അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, രാത്രി 10 മണി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നീ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ മുറിയിൽ കഥ കടച്ചിട്ടിരുന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പുള്ളിക്കാരൻ ഇത്തിരി മദ്യപിക്കുന്ന ദിവസങ്ങളിൽ ഭയങ്കര സെൻറ്റി പറയും. പണ്ട് ഭാര്യയുമായിട്ടുണ്ടായിരുന്ന ബന്ധം, പുള്ളിക്കൊരു പ്രേമമുണ്ടായിരുന്നത് തകർന്നു പോയി. അത് കഴിഞ്ഞാണ് ഭാര്യയെ കല്യാണം കഴിച്ചത്. ഭാര്യ സുന്ദരിയായിരുന്നു, അവരോട് വിശ്വസ്തയായിരുന്നു. എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു, എനിക്കെന്താ കുഴപ്പമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയും. ആ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു, സാറിന് ഒരു കുഴപ്പമില്ല. ഏത് പെണ്ണും മോഹിച്ചു പോകുന്ന പൗരുഷം സാറിനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെ ആദ്യം പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാറിനെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതെന്താടി ഞെട്ടാൻ മാത്രം എനിക്കറിയില്ല. ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ച ഒരു പുരുഷരൂപമായിരുന്നു സാറിൻ്റേത്. നിനക്കങ്ങനെ തോന്നിയോ? നീ എന്നെ തുറച്ചു നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും നോക്കുന്നത് ഞാൻ വിചാരിച്ചെന്ന്. ഷൂ, എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. സാറ് വിചാരിക്കുന്ന രീതിയിലുള്ള നോട്ടമായിരുന്നില്ല എൻ്റേത്. ശരിക്കും അരിച്ചു പറക്കി അടിമുടി ഞാൻ നോക്കുമായിരുന്നു. എനിക്ക് സാറിനോട് ഭയങ്കര ക്രഷായിരുന്നു എന്നൊക്കെ ഞാൻ ആവേശം കയറി തുറന്നു പറഞ്ഞു. അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ എന്നെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി പദത്തിലേക്ക്, കർമ്മപദത്തിലേക്ക്
കറങ്ങി കറങ്ങി പോയിട്ടുണ്ടോ മോളെ എന്ന്. ഞാൻ പറഞ്ഞു 2 വർഷത്തോളം അത് മാത്രമായിരുന്നു എനിക്ക് പണി സാറേ എന്ന് പറഞ്ഞപ്പോൾ അജയ് സാർ അന്തം വിട്ടു. നീ ഉള്ളതാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഒത്തിരി പേരുടെ ക്രഷായിരുന്നു എൻ്റെയും സാർ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഒരു കോന്തിയുടെ പുറകെയായിരുന്നു ഞാൻ. എൻ്റെ ഭാര്യ അവളെന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു അവർക്ക് നഷ്ടങ്ങളേ ഉള്ളൂ, ആ നഷ്ടത്തിൻ്റെ ബാക്കി പത്രം അവരിനിയും അനുഭവിക്കും. പക്ഷേ സാറിനെ കാത്ത് എത്രയോ പേരിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പോടി, ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാത്തിരിക്കുന്നതിൽ നമ്പർ 1 ആളാണ്. എന്നാലും എനിക്ക് ഇത്രയും വയസ്സിലെ നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇഷ്ടം തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ കഥകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. വീഡിയോ കണ്ടപ്പോൾ മുതലുണ്ടായ അനുരണനങ്ങൾ എന്നെ മയക്കിയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളി പറഞ്ഞു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് നീ, ഇങ്ങനൊന്നും നീ പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്കെന്തോ ഇപ്പോൾ ഒത്തിരി ആശ്വാസം തോന്നുന്നു. എൻ്റെ ദുഃഖങ്ങളൊക്കെ പാറിപ്പറന്നതുപോലെ. നീ എന്തായാലും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ നിനക്ക് എൻ്റെ അടുത്തേക്കൊന്നും വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാമെന്ന്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? എനിക്ക് ഇനി പച്ചക്കറികളും പാവയ്ക്കയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒന്നും വേണ്ട. സാർ അവിടെ ഉണ്ടെങ്കിൽ, നല്ല പ്ലേസ് ആണെങ്കിൽ, നമ്മളുടെ ബന്ധം ആരും അറിയില്ലെങ്കിൽ, ഒരു പ്രശ്നവുമില്ലെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ചാടി വരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു തുറന്ന് എന്തെല്ലാം എനിക്ക് ആവശ്യമുണ്ടെന്നും വീഡിയോയിൽ ആദ്യം കണ്ട രംഗങ്ങൾ ഞാൻ വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു മോൾക്ക് അതിലും മികച്ചത് ഞാൻ സമ്മാനിക്കും. പക്ഷേ നീ പറഞ്ഞത് യഥാർത്ഥമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് റിലാക്സേഷൻ വേണം. എൻ്റെ മനസ്സ് അത്രയ്ക്കും സംഘർഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സത്യമാണ് പറഞ്ഞത്. എൻ്റെ ജന്മസാഫല്യമാണ്. എങ്കിൽ എനിക്ക് നിന്നെ നാളെ തന്നെ കാണണം. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോളേജിൻ്റെ അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്താൽ മതിയെന്ന്. ഉച്ചയ്ക്ക് ഞാൻ കോളേജിൽ നിന്നിറങ്ങി. അത് കഴിഞ്ഞ ശേഷം നേരെ സാറിൻ്റെ വീട്ടിലാണ് പോയത്. നല്ല സൗകര്യമുള്ള വീടാണ്. ഞാൻ നേരത്തെ പോയിട്ടില്ല, പക്ഷേ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും സാറിൻ്റെ വീട്ടിനകത്തളത്ത് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ശരിക്കും സാറല്ലേ ആവേശം കാണിക്കേണ്ടത് എന്ന് മാഡം ചോദിച്ചേക്കാം. പക്ഷേ പെണ്ണായ എനിക്ക് ആരാധന മൂത്ത് ഒരു രീതിയിലും ഒരു സെക്കൻഡ് പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല. സ്വന്തമാക്കേണ്ടത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ധൃതിയായിരുന്നു. 1 മിനിറ്റ് പോലും അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. നേരിട്ട് ആവാഹനങ്ങളിലേക്ക് കടക്കാനുള്ള ആവേശമായിരുന്നു എനിക്ക്. അദ്ദേഹം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഹകരിച്ചു. പക്ഷേ മാഡം ഓർക്കും, ഒരു പെണ്ണിന് ഒത്തിരി പ്രയാസങ്ങൾ ആദ്യഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ലായിരുന്നു. നേരത്തെ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു തന്ന് പല പ്രക്രിയകളും കടന്നു വന്നവളായതുകൊണ്ട് എനിക്കിതൊക്കെ ഈസിയായിരുന്നു. യഥാർത്ഥത്തിലുള്ള സെഷൻസ് ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ലോകത്തിൽ ഞാൻ ഇത്രയും നാളും അനുഭവിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്, എന്തിനാണ് ഞാനെല്ലാം നിയന്ത്രിച്ച് വെച്ചത്, പിടിച്ചു വെച്ചത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇറങ്ങി നിരത്തിലിറങ്ങി ശരിക്കും പ്രയോഗ കർമ്മങ്ങളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം സുന്ദരവും സുരഭിലവുമാകൂ. ഞാൻ 3 മണിക്കൂർ ചിലവിട്ടത് 3 മിനിറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. 3 അല്ല 300 മണിക്കൂറാണെങ്കിലും എനിക്കൊന്നുമില്ല എന്നുള്ള നിലയിലായിരുന്നു. സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാറ് ആദ്യ ദിവസം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അതൊന്നും വേണ്ടാന്ന് വെക്കാനാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അത്യന്തം റിസ്ക് ആണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഏതെങ്കിലും ഡോക്ടർമാരെ മറ്റോ പരിചയമുണ്ടോ എന്ന് ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു. സാറ് പറഞ്ഞത് കുഴപ്പമില്ല, നമുക്കത് കൈകാര്യം ചെയ്യാം. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വതന്ത്രരായിട്ടാണ് ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്കും അതാണ് ഇഷ്ടം. സാറിന് വേണ്ടി ഏതറ്റം വരെയും റിസ്കിന് പോകാൻ ഞാൻ തയ്യാറായിരുന്നു. ഈ ഒരു ബന്ധം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രയും നാൾ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. പ്രണയമോ അല്ലെങ്കിൽ കല്യാണമൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം സാറിനെ പോലെ ഒരു പുരുഷൻ എൻ്റെ കൂടെ ഉണ്ടാകണം. അതുമാത്രമാണ്. വിവാഹം കഴിഞ്ഞാലും അത് തുടർന്ന് കൊണ്ടുപോകാനൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് ഒരു കിളവനെയൊന്നും വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. എനിക്ക് പ്രേമമില്ല മനസ്സിൽ. പ്രേമമല്ല എനിക്ക് വേണ്ടത്. അത്രത്തോളം എൻ്റെ മനസ്സ് പണ്ട് തൊട്ടേ മാറിയിരിക്കുകയാണ് മാഡം. മാഡം എനിക്കിപ്പോൾ 2 ചോദ്യമുണ്ട്. ഒന്ന്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ആളെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. വേറൊരു സംശയം എന്ന് പറയുമ്പോഴേക്കും ഇത്രയും നാളായിട്ടും ഒത്തിരി വട്ടം
കയ്യിൽ എണ്ണാത്ത രീതിയിലുള്ള വട്ടമാണ് ഞങ്ങൾ അവിടെ കണ്ടുമുട്ടിയത്. മിക്ക ദിവസങ്ങളിലും ഏതെങ്കിലും സമയത്ത് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അതിനുവേണ്ടി ഒത്തിരി റിസ്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെയും എനിക്കൊരു അബദ്ധം സംഭവിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണുമോ? സ്ത്രീ എന്നുള്ള നിലയിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും മാഡം? എനിക്ക് സംശയമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്തെങ്കിലും കുഴപ്പം തട്ടുമെന്ന്. പക്ഷേ ഇന്ന് വരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അതെന്തായിരിക്കും മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വന്തം കുട്ടികളെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, മാതാപിതാക്കന്മാർ നന്നായി വാച്ച് ചെയ്യണം. കാര്യം അവർക്ക് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകരുത്. ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും രാവിലെ പോകും, വൈകിട്ട് വരും. ഇവരെ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്ത് കാണിക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. ഇതുവരെ അറിയില്ല. കോളേജ് ക്ലാസ് കട്ട് ചെയ്താലും അറിയുകയില്ല. അപ്പോൾ അത്രയൊരു ക്യാരക്ടർ അവസ്ഥയൊന്നും നമുക്കൊരിക്കലും അനുകൂലിക്കാൻ പറ്റുകയില്ല. എന്തായാലും ഈ പെൺകുട്ടി ആ അവസരം മുതലെടുത്ത് ഏതൊക്കെയോ വഴിയിലൂടെ പോയി എന്തൊക്കെയോ കണ്ട് മോഹിച്ചു. പിന്നെ മാഷ് വന്ന് അവളുടെ കൺമുന്നിൽ പെട്ടു. അങ്ങനെ അവൾ രണ്ടും കൽപ്പിച്ച് അങ്ങേർക്ക് വേണ്ടി ഇറങ്ങി നടന്നു. ഒരു പ്രശ്നമില്ല, ക്ലാസ് കട്ട് ചെയ്യും, അയാളുടെ വീട്ടിൽ പോകും, എന്തു വന്നാലും ഒന്നുമില്ല. അങ്ങനെ ഒരു കുടിയനാണ്. ദാമ്പത്യ തകർച്ചയൊക്കെ നേരിട്ടതുകൊണ്ട് അങ്ങേർക്ക് മുന്നും പിന്നെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ പോയിട്ട് അയാളോട് പറയുകയാണ് യാതൊരു സുരക്ഷയും വേണ്ട, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടല്ലോ എന്ന് പറയുന്ന രീതിയിലേക്ക് യാതൊരു കൂസലും ഭയവും ഇല്ലാത്ത വിധം ഈ പെൺകുട്ടിയുടെ മനസ്സ് മാറിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ തലമുറ ഒത്ത് നമുക്ക് വല്ലാത്ത പേടി തോന്നും. പിന്നെ എല്ലാ കാര്യത്തിലും അവർ എടുത്തു ചാടും. പക്ഷേ എന്നാലോ യഥാർത്ഥത്തിൽ 10 പേർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള മിടുക്കുമില്ല. ശരിക്കും ഒരു അപജയം തന്നെയാണിത്. ഈ സ്റ്റോറിയോട് ഞാൻ ഒട്ടും അനുകൂലിക്കുന്നില്ല. പക്ഷെ എന്നാലും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഇത് ഒരിക്കലും നല്ലതല്ല. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിൽ ചോദ്യങ്ങളുള്ളത് കൊണ്ട് അതിന് ഉത്തരം പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രായമുള്ള ആൾക്കാരെയാണ് ഇഷ്ടം, ഇനിയിപ്പോൾ ചെറുപ്പക്കാരനായ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയോട് താല്പര്യം തോന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ചോദിക്കണം. കാര്യം അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് അയാളോട് സംസാരിച്ച് പ്രേമമോ അല്ലെങ്കിൽ ബന്ധമോ മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങേരോടും അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞു നോക്കേണ്ട സംഗതിയാണ്. അങ്ങനെ ഒരാളോട് മിണ്ടി പ്രേമമായി അല്ലെങ്കിൽ കണ്ട് സംസാരിച്ച് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നുകയാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കാമല്ല. അതിപ്പോൾ അപരിചിതനായ ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് അവസാനം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല, കിളവനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫീലിങ്സ് ഉണ്ടോ എന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ഒരാവശ്യകത നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്ഥിതി എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്ക് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലിംഗ് ആവശ്യമാണ്. സ്വയം ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടി നിങ്ങളത് എങ്ങനെയാണെന്ന് ഉറപ്പിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഇത്രയും നാളായിട്ട് സ്വതന്ത്രമായി ഇങ്ങനൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ടും അബദ്ധങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ഗൈനക്കോളജിനെ കണ്ടു. ഇപ്പം അങ്ങേർക്ക് ഡോക്ടർമാരെ മൊത്തം അറിയാമല്ലോ. അപ്പോൾ ഗൈനക്കോളജിനെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ചെറുപ്രായത്തിലേ ഉണ്ടോ എന്നുള്ളത് സ്കാനിങ് അടക്കമുള്ള ടെസ്റ്റുകളിൽ കൂടി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക. പക്ഷേ എന്നാലും റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇത്രയും റിസ്ക് എടുത്ത് അതിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഈ കാണിക്കുന്നതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാനും പറ്റുകയില്ല. അതുകൊണ്ട് ജാഗരൂകയായി ഇരിക്കുക. സാമർഥ്യം നല്ലതാണ്, പക്ഷേ അതിബുദ്ധി ആപത്താണ്.